ഹായ് ഹലോ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് അനുശ്രീ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. നോട്ടിഫിക്കേഷൻ ഒക്കെ വന്നു, നിങ്ങളൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ലാസ്റ്റ് ഡേറ്റ് കഴിയുന്നതിന് മുന്നേ തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റിലോട്ടേക്ക് നിൽക്കാണ്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും അപ്ലൈ ചെയ്യുക കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം എല്ലാവർക്കും ഉള്ള സംശയമാണ് എങ്ങനെയാണ് പ്രിപ്പറേഷൻ തുടങ്ങേണ്ടത്, എപ്പോഴത്തേക്കാണ് പരീക്ഷ വരുന്നത്. ഇതിപ്പോൾ ഡിഗ്രി ലെവലാണ്, അത്യാവശ്യം നല്ല രീതിയിൽ പഠിക്കാനുണ്ട്. ഏത് രീതിയിൽ ഈ ഒരു പരീക്ഷനെ അപ്രോച്ച് ചെയ്യണം, പ്രിലിംസ് ഉണ്ട്, എങ്ങനെ പ്രിലിംസ് ക്വാളിഫൈ ചെയ്യണം, അങ്ങനെ നിരവധി സംശയങ്ങൾ എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. അപ്പം ഇത്തരത്തിലൊരു ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നതിന് മുന്നേ തന്നെ ആദ്യം ചെയ്യേണ്ടത് സിലബസ് എടുത്ത് വെക്കുക എന്നുള്ളതാണ്. സിലബസ് എടുത്ത് വെച്ചിട്ട് കൃത്യമായിട്ട് നോക്കുക, സിലബസ് ഐഡന്റിഫൈ ചെയ്യുക, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്, പ്രധാനപ്പെട്ട ടോപ്പിക്സുകൾ ഏതൊക്കെയാണെന്ന് നോക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് അനലൈസ് ചെയ്യുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി കിട്ടും. അതായത് സിലബസിലെ ഏത് സെക്ഷനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, സിലബസിൽ തന്നെ ഏതൊക്കെ ഭാഗങ്ങളാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത് എന്നുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും. ഓക്കെ, എന്നിട്ട് അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യാനായിട്ട്. അപ്പം നമ്മളിപ്പോൾ പ്രിലിംസ് വരുന്നത്, അതായത് ഇനിയും നമ്മുടെ മുന്നിൽ മിക്കവാറും ചിലപ്പം പ്രിലിംസ് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോട്ടേക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം മെയിലൊക്കെ നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളെല്ലാം വരുന്നത് കൊണ്ട് മേ ബി അപ്പോൾ വരും എന്നല്ല, മേ ബി അങ്ങനെ ഒരു സാധ്യത അവിടെ ഉണ്ട്. സോ ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമുക്ക് നമ്മുടെ പോർഷൻസ് എല്ലാം ഒന്ന് കവർ ചെയ്ത് ഒന്ന് വൃത്തിയായി നല്ലൊരു റിവിഷൻ്റെ സെറ്റപ്പിലേക്കൊക്കെ ഒന്ന് നമുക്ക് മാറി വരണം. അതിനുവേണ്ടി നിങ്ങൾ കൃത്യമായിട്ടൊരു സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി പ്ലാൻ അനുസരിച്ച് പോവുകയാണെങ്കിൽ കൃത്യമായിട്ടും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ സിലബസ് അനുസരിച്ചിട്ടും പ്രധാനപ്പെട്ട ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ടും എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യേണ്ടത്, എങ്ങനെ നമുക്ക് അതിനൊരു ടൈം ടേബിളിലേക്ക് മാറ്റാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടുത്തെ സ്റ്റുഡൻസിന് കൊടുക്കുന്ന ഒരു ടൈം ടേബിളിൻ്റെ കുറച്ച് ഭാഗങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇന്ന് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ അതൊന്ന് നോക്കുക. അപ്പോൾ ഏത് രീതിയിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഡേ 1 നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കുന്നത്, ഡേ 1 നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. ഇന്ത്യൻ ഹിസ്റ്ററിയിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് 1857 റിവോൾട്ട് എന്ന് പറയുന്നത്, റിവോൾട്ട് ഓഫ് 1857 എന്ന് പറയുന്നത്. കൃത്യമായിട്ടും നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പം വ്യക്തമായിട്ടും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഭാഗമാണ് ഈ ഒരു റിവോൾട്ട് ഓഫ് 1857 ഭാഗത്ത് നിന്ന് സ്റ്റേറ്റ്മെന്റ് ആയിട്ടാണെങ്കിലും മാച്ച് ദ ഫോളോവിങ് ആയിട്ടാണെങ്കിലും ഇനി അല്ലാതെ നമ്മുടെ ഫാക്ച്വൽ രീതിയിലായിട്ടാണെങ്കിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, കൃത്യമായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ഏരിയ ആണ്. സോ നമ്മുടെ സ്റ്റുഡൻസിന് ആദ്യം തന്നെ പഠിക്കാൻ കൊടുക്കുന്നത് റിവോൾട്ട് ഓഫ് 1857 പ്രത്യേകത എന്താണ്, ഇത് പഠിച്ചെടുക്കാനും വളരെ എളുപ്പമായിട്ടുള്ള ഭാഗമാണ്. നമുക്ക് ഒരുപാട് എഫേർട്സ് ഒന്നും എടുക്കാതെ തന്നെ നമുക്ക് വൃത്തിയിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ഏരിയ കൂടിയാണ്. സോ നമ്മൾ ഫസ്റ്റ് ഡേ തന്നെ റിവോൾട്ട് ഓഫ് 1857 ആണ് പഠിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ വേൾഡ് ജിയോഗ്രഫി പഠിക്കുന്നുണ്ട്. വേൾഡ് ജിയോഗ്രഫിയിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് ഫണ്ടമെന്റൽസ് ഓഫ് ജിയോഗ്രഫി എന്ന ഭാഗമാണ്. അതായത് ജിയോഗ്രഫിയിലെ ഫണ്ടമെന്റൽസ് ആയിട്ടുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് എർത്ത്. അപ്പോൾ ഈ രണ്ട് ടോപ്പിക്കുകളാണ് ഡേ 1 നമ്മൾ പഠിക്കാൻ കൊടുക്കുന്നത്. അതായത് ഹിസ്റ്ററിയുടെ സെക്ഷൻ, ഇന്ത്യൻ ഹിസ്റ്ററിയുടെ സെക്ഷനിൽ നിന്ന് ഒരു ഭാഗവും നമ്മുടെ വേൾഡ് ജിയോഗ്രഫിയുടെ സെക്ഷനിൽ നിന്നും ഒരു ഭാഗവും. ഇനി ഇതിൻ്റെ അതേ ദിവസം തന്നെ ഈ ഒരു സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ലൈവ് ക്ലാസ്സുകളും ഉണ്ടാവും. ഇനി സെക്കൻഡ് ഡേയിലേക്ക് വരുമ്പം നമ്മുടെ സ്റ്റുഡൻസിന് പഠിക്കാൻ കൊടുക്കുന്നത് MEM ആണ്. MEMന്റെ പ്രത്യേകത എന്താണെന്ന് എല്ലാവർക്കും അറിയാലോ. പ്രിലിംസിലേക്ക് വരുമ്പോൾ 50 മാർക്ക്, അതായത് നമുക്ക് ടോട്ടൽ 100 മാർക്ക് ഉള്ളതിൽ 50 മാർക്ക് മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ ഭാഗത്തു നിന്നും 50 മാർക്ക് GKയുടെ ഭാഗത്തു നിന്നുമാണ് പ്രിലിംസിൽ വരുന്നത്. ഇനി മെയിൻസിലേക്ക് വരുമ്പോൾ പോലും അവിടെ MEMന് 30 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. അപ്പം ടോട്ടൽ മെയിൻസിനും പ്രിലിംസിനും കൂടിയിട്ട് MEM മലയാളം, ഇംഗ്ലീഷ്, മാത്സിന്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് 80 മാർക്കാണ് വെയിറ്റേജ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ മലയാളം, ഇംഗ്ലീഷ്, മാത്സ് എന്ന് പറയുന്നത് അത്രയേറെ പ്രാധാന്യത്തോടു കൂടി പഠിക്കേണ്ട ഒരു ഭാഗം തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ എന്ത് ചെയ്യാണ്, ആൾട്ടർനേറ്റീവ് ഡേയ്സിൽ മലയാളത്തിനും ഇംഗ്ലീഷിനും മാത്സിനും മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് പ്രാധാന്യം കൊടുത്തുകൊണ്ടാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ സെക്കൻഡ് ഡേയിൽ നമ്മൾ MEM പഠിക്കുന്നു. MEM പഠിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഡേ 1 പഠിച്ച ടോപ്പിക്കുകൾ റിവൈസും ചെയ്യുന്നു. അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു, വർക്കൗട്ടും ചെയ്യുന്നു. ഓക്കെ, അപ്പം സെക്കൻഡ് ഡേയിൽ
വീഡിയോയിൽ നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ഓഫ് സെന്റൻസും, ഇംഗ്ലീഷിൽ നിന്ന് ടൈപ്സ് ഓഫ് സെന്റൻസും, മാത്സിൽ നിന്ന് നമ്പർ സിസ്റ്റവും, മലയാളത്തിൽ നിന്ന് ഒറ്റപ്പദവുമാണ്. ഇതിന്റെ കൂടെ തന്നെ നമ്മൾ എന്ത് ചെയ്യും? 10 വൊക്കാബുലറി വെച്ചിട്ട്, ഇംഗ്ലീഷിലെ 10 വൊക്കാബുലറീസ് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ഡെയിലി 10 വെച്ചിട്ട് ഇതിന്റെ കൂടെ പഠിച്ചും കൂടി പോകുന്നു. ഓക്കെ, ഇനി ഡേ 3ലേക്ക് വരുമ്പം ഇക്കണോമിക്സിന്റെ ഭാഗമാണ്, ഇക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനുമാണ് പഠിക്കുന്നത്. ഡേ 3ലേക്ക് വരുമ്പം എക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് ഇന്ത്യൻ എക്കോണമി, അതായത് നമ്മുടെ ബേസിക്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി, കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സെക്ടേഴ്സ് ഓഫ് എക്കോണമിയും അതുപോലെ തന്നെ നമ്മുടെ ഏത് എക്കണോമിക് സിസ്റ്റമാണ്, മിക്സഡ് എക്കോണമി, ക്യാപിറ്റലിസ്റ്റ് എക്കോണമി, സോഷ്യലിസ്റ്റ് എക്കോണമി, അങ്ങനെ 3 ടൈപ്പ് ഓഫ് എക്കോണമീസ് നമ്മൾ പഠിക്കാനുണ്ട്. അപ്പൊ അതുപോലെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഡേ 3യിൽ എക്കണോമിക്സിന്റെ ഭാഗത്ത് നമ്മൾ പഠിക്കുന്നത്. പ്രത്യേകം എടുത്തു പറയുകയാണെങ്കിൽ ഈ സെക്ടേഴ്സ് ഓഫ് എക്കോണമി എന്ന ഭാഗത്തു നിന്നും റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങൾ നല്ല രീതിയിൽ വന്നു കാണുന്നുണ്ട്. സോ ആ ഒരു ഭാഗം നമ്മൾ മുൻഗണന കൊടുത്ത് ഡേ 3യിൽ പഠിക്കുന്നു. ഇനി ഇക്കണോമിക്സിന് ഒപ്പം നമുക്ക് ചേർത്ത് പഠിക്കുന്ന മറ്റൊരു ഏരിയ ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്ത് നിന്ന് ഭരണഘടനയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടിസ്ഥാനപരമായ കാര്യങ്ങളിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഭരണഘടനയുടെ അടിസ്ഥാന അറിവുകളാണ് ആ ഒരു സെക്ഷനിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പൊ ഡേ 3യിൽ നമ്മൾ ഇന്ത്യൻ എക്കോണമിയും അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷനും പഠിച്ചു. ഇനി ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ എന്ത് ചെയ്യുക? ഇത് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ ഞാൻ പറഞ്ഞതുപോലെ ഡെയിലി 10 വൊക്കാബുലറി വെച്ചും കൂടി പഠിക്കുക. പിന്നെ ഏത് സെക്ഷനാണോ പഠിക്കുന്നത് ആ സെക്ഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുന്നതും എന്തുകൊണ്ടും നല്ലതായിരിക്കും. ഇനി ഡേ 4ലേക്ക് വരുമ്പോൾ നമ്മൾ വീണ്ടും MEMലേക്ക് വരികയാണ്. അതായത് ഒരു ദിവസം നമ്മൾ സബ്ജക്റ്റ് പഠിക്കുന്നു, തൊട്ടടുത്ത ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നു? മാത്സ്, ഇംഗ്ലീഷ്, മലയാളത്തിന് വേണ്ടിയിട്ട് കൊടുക്കുകയാണ്. സോ ഡേ 4ലേക്ക് വരുമ്പം അവിടെ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം, ഇതിൽ ഇംഗ്ലീഷിൽ നമ്മൾ ഡേ 2ൽ നമ്മൾ ടൈപ്സ് ഓഫ് സെന്റൻസ് പഠിച്ചു. ഇവിടെ നമ്മൾ പഠിക്കുന്നത് ആർട്ടിക്കിൾസ് ആണ്. വളരെ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ മാത്സിൽ നമ്മൾ മുന്നേ നമ്പർ സിസ്റ്റമാണ് പഠിച്ചത്. ആ നമ്പർ സിസ്റ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള മാക്സിമം വർക്കൗട്ടുകളായിരിക്കും എന്ത് ചെയ്യുക? ഡേ 4ൽ നമ്മൾ ചെയ്യുക. ഇനി ഡേ 4ൽ തന്നെ മലയാളത്തിൽ പഠിക്കുന്നത് പദശുദ്ധി എന്ന ഭാഗമായിരിക്കും. ഇതിന്റെ കൂടെ തന്നെ എന്തുണ്ടാവും? ഇതിന്റെ കൂടെ തന്നെ ലൈവും, ഇതിന്റെ കൂടെ തന്നെ 10 വൊക്കാബുലറീസും കൂടി എന്ത് ചെയ്യുക? ഇതിന്റെ കൂടെ തന്നെ ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ പഠിച്ചു പോവുക. ഇനി ഡേ 5ലേക്ക് വരുന്നു. ഡേ 5ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ ഇക്കണോമിക്സ് ആണ് പഠിക്കുന്നത്. ഇക്കണോമിക്സിന്റെ ഭാഗത്ത് നിന്ന് നമ്മളവിടെ ബേസിക്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി എന്ന സെക്ഷൻ ആയിരിക്കും ആ ഒരു സെക്ഷനിൽ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അതുപോലെ തന്നെ IT-യുടെ ഭാഗം, അവിടെ നമ്മൾ 2 കാര്യങ്ങളാണ് ഇവിടെ ഈ ഒരു സെക്ഷനിൽ 5ാമത്തെ ദിവസം പഠിക്കുന്നത്. ഒന്ന് ബേസിക്സ് ഓഫ് ഇന്ത്യൻ എക്കോണമിയും അതുപോലെ തന്നെ IT-യിൽ നിന്ന് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ. ഈ 2 കാര്യങ്ങൾ എന്ത് ചെയ്യുന്നു? ഡേ 5ൽ പഠിക്കുന്നു. ഡേ 6ലേക്ക് വരുമ്പോൾ വീണ്ടും നമ്മൾ MEMലേക്ക് പോവുകയാണ്. MEMയിൽ നമ്മൾ ഇംഗ്ലീഷിൽ പാർട്സ് ഓഫ് സ്പീച്ച് ആണ് പഠിക്കുന്നത്. മാത്സിൽ പെർസെന്റേജ് എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ മലയാളത്തിൽ അഗെയിൻ വാക്യശുദ്ധി തന്നെയായിരിക്കും പഠിക്കുക. ഇതിന്റെ കൂടെ തന്നെ 10 വൊക്കാബുലറി വെച്ചിട്ട് 10 വൊക്കാബുലറീസും കൂടി ഇംഗ്ലീഷിന്റെ സെക്ഷനിൽ പഠിച്ചു പോകുന്നു. ഡേ 7ലേക്ക് വരുമ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററിയിലേക്ക് വരികയാണ്. കേരള ഹിസ്റ്ററിയിലേക്ക് വരുമ്പോൾ നമ്മൾ ആദ്യം പഠിക്കുന്ന ടോപ്പിക്ക് അറൈവൽ ഓഫ് യൂറോപ്യൻസ് ആണ്. കൃത്യമായിട്ട് നോക്കുകയാണെങ്കിൽ പോർച്ചുഗീസിന്റെ ഭാഗത്തു നിന്നും പോർച്ചുഗീസുകാരുടെ സെക്ഷനിൽ നിന്നൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് വന്ന് കാണുന്നുണ്ട്. സോ കേരള ഹിസ്റ്ററിയിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഏരിയ തന്നെയാണ് അറൈവൽ ഓഫ് യൂറോപ്യൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഡേ 7ൽ തന്നെ അറൈവൽ ഓഫ് യൂറോപ്യൻസ് പഠിക്കുന്നു. അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗത്തു നിന്നും നമ്മൾ പഠിക്കുന്നത് കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ഭാഗമാണ്. കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന ടോപ്പിക് ആയിരിക്കും ഡേ 7ൽ നമ്മൾ പഠിക്കുക. അപ്പൊ ഇത്രയും ഈ ഒരു ഡേ 7 ആകുമ്പോഴേക്കും നമ്മൾ ഏതൊക്കെ പഠിച്ചു? ഇന്ത്യൻ എക്കോണമിയുടെ ബേസിക്സ് ഓഫ് ഇന്ത്യൻ എക്കോണമി പഠിച്ചു. അതുപോലെ തന്നെ ഇക്കണോമിക്സിന്റെ ബേസിക്സും കമ്പ്യൂട്ടറിന്റെ ബേസിക്സും, അറൈവൽ ഓഫ് യൂറോപ്യൻസ്, കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, റിവോൾട്ട് ഓഫ് 1857, അതുപോലെ തന്നെ ഫണ്ടമെന്റൽസ് ഓഫ് ജിയോഗ്രഫി, ഇന്റീരിയർ സ്ട്രക്ചർ ഓഫ് ദി എർത്ത് തുടങ്ങിയ ടോപ്പിക്കുകളൊക്കെ നമ്മൾ GK-യുടെ പോർഷനിൽ കവർ ആക്കിയിട്ടുണ്ടാവും. സോ 7ാം ദിവസം കഴിഞ്ഞ് 8ാം ദിവസം 7 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ച് നമ്മൾ 8ാം ദിവസം എന്തിലോട്ടേക്ക് പോകുന്നു? 8ാം ദിവസം നമ്മൾ പുതിയ ടോപ്പിക്കുകളൊന്നും പഠിക്കുന്നില്ല. അതൊരു റിവിഷൻ ഡേ ആയിട്ട് കണക്കാക്കുന്നു. ആ റിവിഷൻ ഡേയിൽ കഴിഞ്ഞ 7 ദിവസം പഠിച്ച ഏതെങ്കിലും ടോപ്പിക്കുകൾ പെൻഡിങ് ഉണ്ടെങ്കിൽ ഈ 8ാമത്തെ ദിവസം നമ്മൾ എന്ത് ചെയ്യുന്നതായിരിക്കും? റിവിഷൻ ഡേയുടെ അന്ന് റെഫർ ചെയ്ത് ആ പെൻഡിങ് വന്ന പോർഷൻസ് നമ്മൾ കവർ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ 8ാമത്തെ ദിവസം ഈ ഒരു റിവിഷൻ ഡേയിൽ ഈ 7 ദിവസം പഠിച്ച ടോപ്പിക്കുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള 25 മാർക്കിന്റെയോ അല്ലെങ്കിൽ ഒരു എക്സാമും കൂടി നിങ്ങൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവിടെ പെർഫെക്റ്റ് ആയിട്ട് ആ 7 ദിവസം പഠിച്ച കാര്യങ്ങൾ
അവിടെ നിൽക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ഒരു 8ാമത്തെ ദിവസം നമ്മുടെ സ്റ്റുഡൻസിന് ഈ ഒരു റിവിഷൻ ഡേയിൽ എക്സാംസും കൂടി പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ ഇനി ഇപ്പം ഡേ 7 കഴിഞ്ഞ് 8ാമത്തെ ദിവസം നമ്മൾ റിവിഷൻ ഡേ ആയിട്ടാണ് കണക്കാക്കുന്നത്. വീണ്ടും നമ്മൾ ഡേ 7ന് ശേഷമുള്ള അടുത്ത ദിവസത്തിലോട്ട് വരുന്നു. 8ലോട്ടേക്ക് വരുമ്പോൾ അവിടെ ഇക്കണോമിക്സിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് പ്ലാനിങ്ങിനെ പറ്റിയിട്ടാണ്. ഇന്ത്യൻ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഭാഗം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദ്യം വരുന്നതാണ്. പ്രത്യേകിച്ച് നീതി ആയോഗ് ആണെങ്കിലും അതുപോലെ തന്നെ 5 ഇയർ പ്ലാൻസിന്റെ സെക്ഷനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ നമ്മൾ ആ ഒരു സെക്ഷനിൽ ആദ്യം പഠിക്കുന്നത് പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗുമാണ്. പ്ലാനിംഗ് കമ്മീഷനെയും നീതി ആയോഗിനെയും പറ്റിയിട്ട് പഠിക്കുന്നു. അതുപോലെ തന്നെ വേൾഡ് ഹിസ്റ്ററി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കുന്നത് ഗ്ലോറിയസ് റെവല്യൂഷൻ ആണ്. ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവത്തെ പറ്റിയിട്ടായിരിക്കും ഇവിടെ വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത്. അടുത്തത് ഡേ 9ലേക്ക് വരുമ്പം അഗെയിൻ നമ്മൾ MEMലേക്ക് കിടക്കുകയാണ്. MEMൽ ലാസ്റ്റ് MEMന്റെ സെക്ഷനിൽ നമ്മൾ പെർസെൻറ്റേജ്, മാത്സിൽ പെർസെൻറ്റേജ് ആയിരുന്നു സ്റ്റാർട്ട് ചെയ്തത്. അപ്പം പെർസെൻറ്റേജ് എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള സിലബസ് ആണ്. സോ പെർസെൻറ്റേജിൽ ഇനിയും ഒരുപാട് വർക്കൗട്ടും കാര്യങ്ങളെല്ലാം ചെയ്ത് പക്കയാക്കി പോയാൽ മാത്രമേ ആ ഒരു ടോപ്പിക്ക് നമുക്ക് നമ്മുടെ കൈകളിൽ നിൽക്കുള്ളൂ. സോ നമ്മൾ 9ാമത്തെ ദിവസം അഗെയിൻ പെർസെൻറ്റേജിന് തന്നെയാണ് ആ ഒരു സ്ലോട്ട് കൊടുക്കുന്നത്. പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട അഡീഷണൽ കാര്യങ്ങൾ എന്ത് ചെയ്യാം 9ാമത്തെ ദിവസം നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. ഇനി 9ാമത്തെ ദിവസം തന്നെ ഇംഗ്ലീഷ് ഉണ്ട്. ഇംഗ്ലീഷിൽ ഓക്സിലറി വെർബ് ആയിരിക്കും പഠിക്കുക. ഓക്സിലറി വെർബ് എന്ന ടോപ്പിക് ആയിരിക്കും പഠിക്കുക. മലയാളത്തിലേക്ക് വരുമ്പം അഗെയിൻ നമ്മൾ ഒറ്റപ്പദം എന്ന ടോപ്പിക് ആയിരിക്കും പഠിക്കുക. ഇനി 10ാമത്തെ ദിവസത്തേക്ക് വരുന്നു. നമ്മൾ 8ാമത്തെ ദിവസം പ്ലാനിംഗ് കമ്മീഷനും നീതി ആയോഗും തുടങ്ങി വെച്ചിരുന്നു. അതിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം 10ാമത്തെ ദിവസത്തിലോട്ടേക്ക് വരുമ്പോൾ 5 ഇയർ പ്ലാൻസ് പഠിക്കാവുന്നതാണ്. ഇക്കണോമിക്സിന്റെ സെക്ഷനിൽ 5 ഇയർ പ്ലാൻസ് പഠിക്കാവുന്നതാണ്. അപ്പം ആ ഒരു 5 ഇയർ പ്ലാൻസ് പഠിച്ചു കഴിയുന്നതോടുകൂടി ഇന്ത്യൻ പ്ലാനിംഗ് എന്നുള്ളൊരു സെക്ഷൻ സേഫ് ആയിട്ട് 8ാമത്തെ ദിവസവും 10ാമത്തെ ദിവസം കൊണ്ട് എന്തുണ്ടാവും നിങ്ങളുടെ കൈകളിൽ സേഫ് ആയിട്ട് പ്ലാനിംഗ് എന്ന സെക്ഷൻ സേഫ് ആയിട്ട് ഉണ്ടാവും. ഇനി വേൾഡ് ഹിസ്റ്ററിയിൽ നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷനിലാണ് നമ്മൾ റെവല്യൂഷൻ എന്ന ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്തത്. 10ാം ദിവസം ആദ്യം നമ്മൾ ഗ്ലോറിയസ് റെവല്യൂഷൻ പഠിച്ചു. 8ാമത്തെ ദിവസം 10ാമത്തെ ദിവസത്തിലോട്ടേക്ക് വരുമ്പോൾ എന്ത് ചെയ്യുന്നു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന ടോപ്പിക്ക് പഠിക്കുന്നു. സോ ഇങ്ങനെയാണ് നമ്മുടെ ടൈം ടേബിൾ ഒന്ന് നമ്മൾ CCയിൽ നമ്മൾ നമ്മുടെ സ്റ്റുഡൻസിന് ഈ രീതിയിലാണ് ടൈം ടേബിൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം എങ്ങനെയാണ് ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു 10 ദിവസത്തെ ടൈം ടേബിൾ വെച്ചിട്ട് നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അപ്പം അതനുസരിച്ചിട്ട് നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ ഒരു കൺവീനിയൻസും അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് നിങ്ങളുടേതായ രീതിയിലൊരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാവുന്നതാണ്. നമ്മൾ CCയിൽ ഈ രീതിയിലാണ് നമ്മുടെ സ്റ്റുഡൻസിനെ പഠിപ്പിച്ച് അവർക്ക് ലൈവ് ക്ലാസ്സുകളും കാര്യങ്ങളെല്ലാം കൊടുത്ത് പെർഫെക്റ്റ് ആക്കി വിടുന്നത്. അപ്പം ഞാൻ പറഞ്ഞു കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷനൊക്കെ വന്ന് നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഒക്കെ കഴിയാനായിട്ടുണ്ട്. സോ നിങ്ങൾ ലാസ്റ്റ് ഡേറ്റ് ആകാൻ കാത്തിരിക്കാണ്ട് ഉടനെ തന്നെ എന്ത് ചെയ്യേണ്ടതാണ്, ആരെങ്കിലും അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യേണ്ടതാണ്. അപ്പം നമ്മൾ പഠിച്ചു തുടങ്ങണം, ഇപ്പോഴേ പഠിച്ചു തുടങ്ങണം. സിലബസ് അനുസരിച്ചിട്ടും പ്രധാനപ്പെട്ട SCERT ചാപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്തിട്ടും കൃത്യമായിട്ട് ഹോട്ട് ടോപ്പിക്കുകൾ ഐഡന്റിഫൈ ചെയ്തിട്ടും ഒക്കെ കൃത്യമായിട്ട് തന്നെ എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട് പഠിച്ചു തുടങ്ങേണ്ടതായിട്ടുണ്ട്. അങ്ങനെ പ്രോപ്പറായിട്ട് പഠിച്ചു തുടങ്ങിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഡിഗ്രി ലെവൽ എക്സാം ആണ്. അപ്പോൾ ഇത്രയും വലിയൊരു പരീക്ഷേനെ അഭിമുഖീകരിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ കൃത്യമായിട്ട് തന്നെ നിങ്ങളുടെ പഠനം ആരംഭിക്കുക. അപ്പോൾ നിങ്ങളെ കൃത്യമായിട്ടുള്ള ആ ഒരു പാത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി CC ഒരു പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. ഈ ഒരു ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ള മെൻറ്റർഷിപ്പ് ക്ലാസ്സുകളും ഡെയിലി സ്റ്റഡി പ്ലാനും ഇപ്പോൾ നമ്മൾ കണ്ടതുപോലുള്ള ഡെയിലി സ്റ്റഡി പ്ലാനും ലൈവ് ക്ലാസ്സുകളും ദിവസവും ലൈവ് ക്ലാസ്സുകളും അതിൻ്റെ PDF നോട്ടുകളും റെക്കോർഡഡ് സെക്ഷൻസും ഒക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പം ഈ ഒരു കോഴ്സിൻ്റെ ഭാഗമാകാൻ നിങ്ങൾ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്